കരുണ അല്ലെങ്കിൽ ദൈവ കാരുണ്യം. കാരുണ്യം എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ കാരുണ്യമുണ്ട്, പക്ഷേ ദൈവം നമ്മളോട് കാണിച്ച കാരുണ്യം നോക്കുമ്പോൾ നമ്മുടെ കാരുണ്യം ഒന്നുമല്ല. നമ്മൾ ചെറുതും വലുതുമായ കരുണ കാണിക്കുന്നുണ്ടെങ്കിലും അത് സ്നേഹത്തിൻ്റെ ഒരു പ്രവൃത്തിയായിട്ടാണ് അത് പോകുന്നത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. സങ്കീർത്തനം 86:15, സങ്കീർത്തനം 86:15 വചനപ്രകാരം പറയുന്നു, കർത്താവേ, അങ്ങ് കാരുണ്യവാനും കൃപാനിധിയായ ദൈവമാണ്. അങ്ങ് ക്ഷമാശീലനും സ്നേഹസമ്പന്നനും വിശ്വസ്തനുമാണ്. എന്നിലേക്ക് ആർദ്രതയോടെ തിരിയണമേ. നമുക്ക് ഈ വചനം ഒന്ന് ഏറ്റു പറയാം. കർത്താവേ, അങ്ങ് കാരുണ്യവാനും കൃപാനിധിയുമായ ദൈവമാണ്. അങ്ങ് ക്ഷമാശീലനും സ്നേഹസമ്പന്നനും വിശ്വസ്തനുമാണ്. എന്നിലേക്ക് ആർദ്രതയോടെ തിരിയണമേ. പറയാ നമ്മൾ പറയുകയാണ് ഈശോട്, എന്നിലേക്ക് ആർദ്രതയോടെ നിന്റെ കരുണയും സ്നേഹവും പിന്നെ എന്താ ക്ഷമയൊക്കെ എന്നിലേക്ക് നീ തിരിക്കണമേ എന്ന് നമ്മുടെ സ്നേഹത്തോടെ താഴ്മയോടെ പ്രാർത്ഥിക്കണം. നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞു ജീവിതത്തിൽ അനുഭവമൊക്കെയില്ലേ ഈശോ നമ്മളോട് കരുണ കാണിക്കുന്നതും ക്ഷമിക്കുന്നതും പിന്നെ ഈശോയുടെ കൃപ നമ്മളിലേക്ക് എടുക്കുന്ന അനുഭവമൊക്കെ ഇല്ലേ? ഉണ്ട്, എനിക്കും ഉണ്ട്, ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഇന്ന് ഈ സമർപ്പണ ജീവിതത്തിൽ, വർഷങ്ങൾ നീണ്ടുപോയ എൻ്റെ സമർപ്പണ ജീവിതത്തിൽ സ്നേഹത്തോടെ ധൈര്യത്തോടെ ആത്മാർത്ഥതയോടെ എനിക്ക് പറയാൻ പറ്റും, ഈ വചനം എൻ്റെ ജീവിതത്തിൽ അന്വർത്ഥമാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്കും പറയാൻ പറ്റും. ഒരു മൈക്ക് നിങ്ങളുടെ കയ്യിൽ കിട്ടിയാൽ, അല്ലെ 4 പേരുടെ മുന്നിൽ നിങ്ങൾക്കും ധൈര്യപൂർവ്വം പറയാൻ പറ്റണം, ഇത് ദൈവത്തിൻ്റെ കരുണയാണ് എൻ്റെ ഈ വിവാഹ ജീവിതത്തിൽ, എൻ്റെ കുഞ്ഞുങ്ങളുടെ ഒക്കെ അമ്മ അപ്പനൊക്കെ ആയിട്ട് എനിക്ക് ജീവിക്കാൻ പറ്റിയതിനോർത്ത് നമ്മൾ നന്ദി പറഞ്ഞ് നമ്മുടെ ഒരു സാക്ഷി ജീവിതമാണ് നമ്മൾ നയിക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എന്താണ് കരുണ? നമ്മളിങ്ങനെ ചിന്തിക്കാറുണ്ടോ എന്താ കരുണ? കരുണ എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ടൊരു 2-3 വാക്ക്, കരുണ 3 വാക്ക്, സ്നേഹം 2 വാക്ക്, അല്ലെങ്കിൽ കൃപ 2 വാക്ക്. സംഭവം ഇതൊക്കെ എളുപ്പമാണെങ്കിലും എന്താ സംഭവം? സ്നേഹം എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരെണ്ണം കാണിച്ചു കൊടുക്കാനില്ല. പക്ഷേ എൻ്റെയും നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ സ്നേഹമാണ് ഏറ്റവും കൂടുതലുള്ളത്. നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരെ സ്നേഹിച്ചാൽ മാത്രമേ നമുക്ക് ജനിക്കുന്ന കുഞ്ഞുങ്ങൾ സ്നേഹത്തിൽ വളരുന്നുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ മറ്റൊരാളോട്, നമ്മുടെ അയൽവക്കക്കാരോട് അല്ലെങ്കിൽ ജീവിത പങ്കാളിയോടൊരു കൃപ എന്ന് പറഞ്ഞാൽ നമുക്ക് ദൈവം തന്നിരിക്കുന്ന അനുഗ്രഹത്തിൻ്റെ ഒരു ഭാഗമാണ് കൃപ. അത് കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കണം. നമുക്ക് ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പം ദൈവത്തിൻ്റെ ഒരു സ്വഭാവമൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. ഒക്കെ നമ്മൾ നമ്മുടെ മനുഷ്യരെന്ന നിലയിൽ നമ്മൾ മാറ്റി വെക്കുകയാണ്. പക്ഷേ ദൈവത്തെ പോലെയാണ് നമ്മളെ സൃഷ്ടിച്ചത്. ഞാനിങ്ങനെ ചിലപ്പോൾ ചില വ്യക്തികളൊക്കെ നോക്കുമ്പോൾ, എത്ര ഭംഗിയുള്ള വ്യക്തികളെ നോക്കിയാലും എത്ര ഭംഗി കുറഞ്ഞുള്ള വ്യക്തികളെ നോക്കിയാലും അതിലൊരു സൗന്ദര്യമുണ്ട്. അപ്പം നമ്മൾ തന്നെ ഒന്ന് പരസ്പരം നോക്കിയാൽ എന്നെപ്പോലെ ഇരിക്കുന്നത് നിങ്ങളാരുമില്ല. പക്ഷെ നിങ്ങളെ നോക്കുമ്പോൾ എന്തൊരു ഭംഗിയാണ്. ഞാനിങ്ങനെ ഓർക്കും, കറുത്ത സുന്ദരി വെളുത്ത സുന്ദരി, തൊലി കറുപ്പിൻ്റെയും തൊലി വെളുപ്പിൻ്റെയും അല്ല, മനസ്സിൻ്റെ കറുപ്പും വെളുപ്പുമാണ്. അത് നമുക്കൊന്നും പറയാനാവില്ല. ദൈവം ഓരോരുത്തർക്കും ഓരോന്ന് തന്നു. പക്ഷേ ദൈവത്തിൻ്റെ കരുണയാണ് എന്നെ ഈ നിലയിൽ, എൻ്റെ ഈ ജീവിതാവസ്ഥയിൽ നമ്മൾ എത്തിപ്പിടിപ്പിച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. തമ്പുരാൻ്റെ പേര് തന്നെ തമ്പുരാൻ പറയുന്നത് പരിശുദ്ധവും പരമവും ദിവ്യകാരുണ്യം എന്നാണ് തമ്പുരാൻ നമ്മളോട് പറയുന്നത്. പരിശുദ്ധവും പരമവും ദിവ്യകാരുണ്യമാണ് എൻ്റെ പേര്. ദൈവത്തിൻ്റെ പേര് എന്ന് പറഞ്ഞാൽ പരിശുദ്ധം, പരമം, ദിവ്യകാരുണ്യം. സ്നേഹവും കാരുണ്യം തമ്മിൽ വ്യത്യാസമുണ്ട്. അത് നിങ്ങൾക്കറിയോ? എന്തെങ്കിലും നിങ്ങൾക്ക് പറയാൻ കിട്ടുമോ? സ്നേഹവും കാരുണ്യം തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് കിട്ടുമോ? ഇല്ല. ഓക്കെ, നമുക്ക് പറയാം, നിങ്ങൾക്ക് കിട്ടും. പക്ഷേ ഇപ്പോൾ ഈ മുന്നിൽ ഇങ്ങനെ ചാടി എണീറ്റ് പറയാൻ പറ്റുന്നില്ലല്ലോ എന്ന് ഓർത്തിട്ടാണ്. ഇപ്പോൾ നമ്മൾ വഴിയരിയിലൂടെ നടന്നു പോവുകയാണ്. അപ്പോൾ വേറൊരു വണ്ടി നമ്മുടെ മുന്നിൽ നിന്ന് വരുമ്പോൾ നമ്മളൊന്ന് ഒതുങ്ങിക്കൊടുക്കും. അല്ലെ, നിങ്ങളിങ്ങനെ പറന്ന് നിൽക്കും, നടുവിലോട്ട് കയറുന്ന പറഞ്ഞില്ല, അത് ഇടിച്ചാൽ നമ്മുടെ വടി പോക്കാം. അതുകൊണ്ട് നമ്മളിങ്ങനെ ഒന്ന് ഒതുങ്ങിക്കൊടുക്കും. അതും പോയിട്ട് നമ്മുടെ പുറകിൽ നിന്നൊരു വണ്ടി വരുവാണെങ്കിൽ നമ്മളെന്താ ചെയ്യും? വഴി മാറിക്കൊടുക്കും. നമ്മൾ വേറെ വഴി കൂടെ വേണം പോയിന്നിരിക്കും. അപ്പോൾ അതെന്തുകൊണ്ടാണ്? അതൊരു സ്നേഹമുള്ള കൊണ്ടാണ് നമ്മളതങ്ങനെ കൊടുക്കുന്നത്. അല്ലെങ്കിൽ അന്ന് വരുമ്പോൾ കാണട്ടടാന്ന് പറഞ്ഞ് നമ്മളങ്ങോട്ട് വിശാലമായി നിന്നാൽ ചിലപ്പം കണ്ടെന്നിരിക്കും, ചിലപ്പോൾ എന്താ പോകണമെന്ന് പോകുക നമുക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് വേറെ എതിർദിശയിൽ നിന്ന് വരുന്ന ഏത് ഷേപ്പിൽ വന്ന വണ്ടിയാണേലും വ്യക്തിയാണേലും ശരി, നമ്മൾ അല്പം ഒന്ന് മാറിക്കൊടുക്കും. റോട്ടിൽ കൂടി ഇങ്ങനെ ആടി വരുന്ന ചേട്ടൻ്റെ മുന്നിൽ നമ്മൾ ചാടി നിൽക്കുമോ? ഇല്ല. ചേട്ടനാണേലും ചേച്ചിയാണേലും കുട്ടികളാണേലും നമ്മളൊന്ന് ഒതുങ്ങി കൊടുക്കും. ആ ചേട്ടൻ സമാധാനത്തിൽ പൊക്കോട്ടെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. സ്നേഹബന്ധങ്ങളുടെയും സ്വന്തം ബന്ധങ്ങളുടെയും
ഒന്നിക്കുമ്പോൾ അവിടെ നീതി പ്രവർത്തിക്കുന്നു. നമ്മുടെ ബന്ധങ്ങളൊക്കെ ചിലപ്പോൾ നമ്മുടെ സ്നേഹിതരോടായിരിക്കും, നമ്മുടെ വീട്ടുകാരോടായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഉറ്റവരോടൊക്കെ നമുക്ക് കുറച്ച് സ്നേഹമൊക്കെ ഉണ്ട്. എന്നാൽ അപൂർവം പേർക്കൊക്കെ അത് കുറവാണ്. കാരണം ഉറ്റവർ നമ്മളെ ചതിക്കുന്നു, ഉറ്റവരും ഉടയവരൊക്കെ നമ്മളെ ചതിക്കുന്ന ഒരു അനുഭവമൊക്കെ ഉണ്ടാകാം നമ്മുടെ കുഞ്ഞു ജീവിതത്തിൽ. എന്നാൽ പരാതി അധികം നമുക്കുണ്ടാവില്ല. പക്ഷെ മനുഷ്യരായതുകൊണ്ട് നമ്മൾ ഇന്ന് പരാതി പറയുന്നു, നാളെ നമുക്കത് ഇന്ന് ചിലപ്പോൾ ഒരു മോചനം കിട്ടിയെന്നിരിക്കാം. അപ്പോൾ നമുക്ക് അവരോട് കാണിക്കുന്ന ഒരു സ്നേഹമാണ് നമുക്ക് അതൊരു നീതി എന്ന് പറയും. അപ്പോൾ കരുണ എന്ന് പറയുന്നത്, കരുണ നീതിക്കും അപ്പുറമാണ്. അടുപ്പങ്ങൾക്കും ബന്ധങ്ങളും ഉള്ളവരോട് നമ്മൾ പ്രവർത്തിക്കുന്ന ഒരു നീതിയാണ്. എന്നാൽ അർഹിക്കുന്നത് നമ്മൾ കൊടുക്കുന്ന സ്നേഹമാണ്. എന്നാൽ അർഹിക്കാത്തത് കൊടുക്കുന്നതാണ് കാരുണ്യം. നമ്മളിപ്പോൾ കൊടുക്കുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുഞ്ഞിന് അമ്മയുടെ സ്നേഹം അർഹിക്കുന്നതാണ്. ഒരു ജീവിത പങ്കാളിയോട് കാണിക്കുന്ന സ്നേഹം അർഹിക്കുന്നതാണ്. ഇനി അയൽപക്കക്കാരോട് നമ്മൾ ചിലപ്പോൾ അവരുടെ വീട്ടിൽ ഒന്നും തന്നെ ഉണ്ടാവില്ല, നമ്മളതറിഞ്ഞു. നമ്മളിവിടെ സമൃദ്ധമായി കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ മിക്ക കുടുംബങ്ങൾക്കും പറ്റില്ല. ഒരു പങ്ക് അവർക്ക് കൊടുക്കാമെന്നുള്ള ആഗ്രഹത്തോടെ നമ്മൾ കൊടുക്കും. നമ്മളാരും ഇനി അപൂർവം ചില ഹൃദയങ്ങൾ മാത്രമാണ് കൊടുക്കാതിരിക്കുന്നുള്ളൂ. പക്ഷേ അവരെയും കൂടെ അവർക്ക് ഒരു നേരമെങ്കിലും അല്ലെങ്കിൽ കുറച്ച് നമ്മൾ ഉള്ളതിലൊരു പകുതി കൊടുക്കാൻ നമ്മളൊരു മനസ്സ് കാണിക്കും. അതാണ് സ്നേഹം. എന്നാൽ അർഹിക്കാത്തത് കൊടുക്കുന്നതാണ് കാരുണ്യം. ദൈവം നമ്മളോട് കാണിക്കുന്നതാണ് കാരുണ്യം. പക്ഷേ നമുക്കും കാരുണ്യം നമ്മളിലുണ്ട്. ദൈവം നമുക്ക് പകർന്നു തന്നൊരു കാര്യമാണ് കാരുണ്യം. അത് ദൈവത്തെ പോലെ, അതായത് നമുക്ക് കുറേ ക്ഷമിക്കാനുണ്ടാകും, കുറേ സഹിക്കാനുണ്ടാകും. സഹിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈശോ കുരിശിൽ മരിച്ച് വേദനയേറ്റ് മരിച്ച പോലെയൊന്നും നമുക്ക് സഹനങ്ങൾ അത്രയൊന്നും ഉണ്ടാവില്ല. എങ്കിലും കുറച്ച് നമുക്ക് ചുമക്കാൻ അല്ലെങ്കിൽ സഹിക്കാൻ പറ്റിയ അളവിൽ മാത്രമേ എൻ്റെ ജീവിതത്തിൽ ദൈവം തരികയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ഒരു കുഞ്ഞനുഭവം, എനിക്ക് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് എൻ്റെ കണ്ണ്, നമ്മുടെയൊക്കെ രണ്ട് കണ്ണും നന്നായി കാണുന്ന, എൻ്റെ ഒരു കണ്ണ് കാണാതെ വന്നു. എനിക്ക് അറിഞ്ഞില്ല, എൻ്റെ കണ്ണ് കാണുന്നില്ല എന്ന് അറിഞ്ഞിരുന്നില്ല. അപ്പോൾ ചിലപ്പോൾ അത് 2 ദിവസമൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ തുടങ്ങിയിട്ട്. ഞങ്ങളിപ്പോൾ ഞാനൊരു ധ്യാന ടീമിൽ അല്പം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളൊരു ഇവിടെ തക്കലയല്ല, താമരശ്ശേരി രൂപതയിൽ സിസ്റ്റേഴ്സിൻ്റെ ധ്യാനത്തിന് പോയിരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ ധ്യാനമൊക്കെ കഴിഞ്ഞ് 3 ദിവസത്തെ ധ്യാനം ഇതാണ്. അതിന് മെഡോണ ധ്യാനം, നമ്മുടെ പാലക്കാട് ജില്ലയിലെ എല്ലാ സ്ഥലത്തുകളും നമ്മളങ്ങനെ പോയിരുന്നു. അപ്പോൾ അവിടെ എത്തിയപ്പോൾ ഈ സിസ്റ്റേഴ്സിനെ ഇങ്ങനെ രോഗികൾക്ക് വേണ്ടിയൊക്കെ വിളിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് എനിക്കിവിടെ ഭയങ്കര വേദന. അപ്പം ഞാൻ ഇവരോട് പറഞ്ഞു, ഞങ്ങളപ്പോൾ അന്ന് എല്ലാവരും രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്നാണ് വെച്ചത്. മറ്റേത് അല്ലെങ്കിൽ 2 പേരോ 3 പേരൊക്കെ ഉള്ളൂ, ബാക്കിയുള്ളവർക്കൊക്കെ കൗൺസിലിംഗ് മറ്റോരോ ഡ്യൂട്ടിയുണ്ട്. അപ്പോൾ എന്നല്ല, ആ സ്ഥലത്ത് ഞങ്ങളെല്ലാവരും ഓരോ രോഗികൾക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ മുന്നിൽ വരുന്ന ഒരു രോഗി, ഞാനെന്ന രോഗി വന്നു കഴിഞ്ഞാൽ ബാക്കി 9 പേരും ആ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അങ്ങനെയായിരുന്നു. അപ്പം ഞാൻ വിളിച്ചു വിടും, എന്നിട്ട് ഞാൻ പോയി കൂടുന്നു. അങ്ങനെ ഒരു ഇതായിരുന്നു. അപ്പം എനിക്ക് ഇങ്ങനെ തലവേദനയല്ല, ഈ ഭാഗത്തൊരു വേദന. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു, എനിക്കിവിടെ ഭയങ്കര വേദന. ഇവർ വലിയ മൈൻഡ് ചെയ്യണില്ല. 2 കഴിഞ്ഞ് 3 കഴിഞ്ഞ് വീണ്ടും ഞാൻ പറഞ്ഞു, എനിക്കിവിടെ ഭയങ്കര വേദനയാണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു, ഇനി ഞാൻ ആരെയും വിളിക്കില്ല, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. ഞാനിങ്ങനെ പോയിരുന്ന് പ്രാർത്ഥിച്ചു. ഇവരെ പ്രാർത്ഥിച്ചു, ഒരടിയൊക്കെ ഇങ്ങനെ താഴേക്ക് തട്ടിക്ക് വിട്ടു. പിന്നെ വേദന പോയെന്ന് എനിക്കങ്ങനെ ഓർക്കുന്നില്ല. പക്ഷേ അങ്ങനെ വേദന പോയിട്ടുണ്ടാകാം, പക്ഷേ വീണ്ടും ആ വേദന ഉണ്ടായിരുന്നു തോന്നുന്നു. എന്തായാലും പിറ്റേ ദിവസം ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ നമുക്ക് അവിടെ നിന്നൊക്കെ ലഭിക്കുന്ന ഇവാലുവേഷൻ നമ്മൾ വായിച്ച് നന്ദി പറയുന്നത്, ഞങ്ങളുടെ ട്രെയിനിലാണ്. അങ്ങനെ നന്ദി പറയുമ്പോൾ ഞാനാണ് ഈ വായിക്കുന്നത്. അപ്പോഴും നമുക്കറിയത്തില്ല, എനിക്ക് കണ്ണൊരെണ്ണം കാണുന്നില്ല എന്നുള്ളത് എനിക്കറിയുന്നില്ല. തിരിച്ചിവിടെ വന്നു. ഇവിടെ നിന്നിട്ട് പ്രാർത്ഥനയൊക്കെ ചെല്ലുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ ചെല്ലാൻ തോന്നില്ല. അപ്പോൾ മനസ്സിൽ തോന്നണം, വചനമൊക്കെ കൊടുക്കാൻ പോകുന്ന ആളാണ്, പക്ഷേ ഒരു പ്രാർത്ഥന പോലും മര്യാദയ്ക്ക് ഇത് ചെല്ലാൻ തോന്നില്ല. അങ്ങനെ അടുത്തിരിക്കുന്ന സിസ്റ്ററിന് അങ്ങനെ തോന്നുമല്ലോ എന്നൊരു ചിന്ത. അപ്പോൾ നമ്മൾ ഉഷാറായിട്ട് പിടിക്കുന്നു, ചെല്ലുന്നു, നല്ലൊരു മൂടില്ല. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഇത് കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ ഈ പ്രാർത്ഥനയിടയ്ക്ക് ഇങ്ങനെ എപ്പോഴും എൻ്റെ മുഖം ഇങ്ങനെ ഒന്ന് കാണിക്കും. ഇങ്ങനെ ഇനി ചിലപ്പോൾ ഈ കുഞ്ഞുമുടികളൊക്കെ വരുന്നതുകൊണ്ടായിരിക്കാം. അങ്ങനെ കാണിച്ചപ്പോൾ എൻ്റെ ശ്രദ്ധയെ ദൈവം തന്നു. എനിക്കൊരു ഇങ്ങനെ ഒരു കണ്ണ് കാണുന്നില്ല, ഇരുണ്ടു. അപ്പോൾ ഞാൻ അടച്ചു നോക്കി, ഇങ്ങനെ നോക്കും, കാണുന്നില്ല. കാണുന്നുണ്ട്. അപ്പോൾ വീണ്ടും നമുക്ക് സംശയമായിട്ട് 10 പ്രാവശ്യം നോക്കി. അവിടെ എൻ്റെ മുന്നിലാകുമ്പോൾ യേശുപിതാവുണ്ട്. യേശുപിതാവിൻ്റെ വലിയ സ്റ്റാച്ചുവാണ്. പുള്ളീനെ ഇങ്ങനെ നോക്കും, കാണുന്നില്ല. അങ്ങനെ ഇത് നോക്കി ഞാൻ പുറത്തിറങ്ങി. ഞങ്ങളുടെ ധ്യാനിപ്പിക്കാൻ കൂടെ വരുന്ന മെയിൻ സിസ്റ്ററിനോട് ഓടിപ്പോയി പറഞ്ഞു, മദറിനോട് പറഞ്ഞു. അപ്പം മദർ പിറ്റേ ദിവസം ഞായറാണ്, അതിൻ്റെ പിറ്റേ ദിവസം നമുക്ക് ഹോസ്പിറ്റലിൽ പോകത്തുള്ളൂ. അപ്പോൾ എന്നോട് ഇനി പുസ്തകമോ അങ്ങനെ ഒന്നും വായിക്കണ്ടെന്ന് പറഞ്ഞു. കാരണം മദറിൻ്റെ ആങ്ങളമാർക്ക് 10ാം ക്ലാസ് കഴിഞ്ഞ ശേഷം 2 പേർക്കാന്ന് തോന്നുന്നു കണ്ണ് കാണാതെ വന്നിട്ടുണ്ട്. അപ്പം പുള്ളിക്കൊരു പേടിയുണ്ടായി. അങ്ങനെ കണ്ണാശുപത്രി കൊണ്ടുപോയപ്പോൾ കണ്ണിന് യാതൊരു പ്രശ്നമില്ല എന്നാണ് അവർ പറയണത്. അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു, ഒരു ന്യൂറോയെ കാണാൻ പറഞ്ഞു. അങ്ങനെ കണ്ടു.
കണ്ടുപിടിച്ചു. ഇത് അങ്ങനെ പെട്ടെന്ന് ശരിക്കും കണ്ടുപിടിക്കില്ല, ഭാഗ്യം കൊണ്ടത് വേഗം കണ്ടുപിടിക്കപ്പെട്ടു. എൻ്റെ കണ്ണിന് കാഴ്ച തരുന്ന 14 ഞരമ്പാണ് നമുക്ക് കണ്ണിനുള്ളത്. അതിൽ കാഴ്ച തരുന്ന ഞരമ്പിൻ്റെ കവറിങ് പോണു. അതിനി പോകാതിരിക്കാനുള്ള ട്രീറ്റ്മെൻറ്റാണ് നമുക്ക് ചെയ്യുന്നത്. ഇനി കാഴ്ച തിരിച്ചു കിട്ടണം എന്നുള്ളൊരു ട്രീറ്റ്മെൻ്റ് അല്ല ചെയ്യുന്നത്. പക്ഷെ പ്രൈസ് ദി ലോർഡ്. അപ്പോൾ 3 ദിവസത്തോളം നമ്മൾ അഡ്മിറ്റായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ 2 ദിവസത്തിന് ഡോക്ടർ അഡ്മിറ്റ് ആകാൻ പറഞ്ഞോളൂ. പക്ഷേ എനിക്ക് 12 ദിവസത്തോടെ എന്നെ അഡ്മിറ്റാക്കി. അപ്പോൾ 4-ാം ദിവസമായി ഇപ്പോൾ എൻ്റെ കാഴ്ച കിട്ടി. അപ്പോൾ ഞാനിവിടെ നോക്കുന്ന ഒന്ന് എൻ്റെ മുന്നിലിരിക്കുന്ന സിങ്കുമ്മ ഇരിക്കുന്ന ഒരു സോപ്പൊട്ടി റോസ് കളറ്, അത് കാണുമെന്ന് നോക്കും. പിന്നെ കയ്യിലിരിക്കുന്നത് രോഗികളുടെ നാഥനും യേശുനാമത്തിൻ്റെ ശക്തി എന്ന 2 പുസ്തകങ്ങളാണ് തലയ്ക്കിലും ആ സൈഡിലും ഈ സൈഡിലൊക്കെ ഞാൻ വെച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ജനൽ തുറക്കുമ്പോൾ അങ്ങനെ ശകുന്തള എന്ന് വലുതായിട്ട് എഴുതിയിരിക്കുന്ന ഒരു ബോർഡും വായിക്കാം. അപ്പം ഞാൻ വിറ്റുകളെ നോക്കും, ഇടയ്ക്ക് ഇങ്ങനെ കാണുന്നുണ്ടോ എന്നുള്ള വിട്ട് നോക്കും. അങ്ങനെ 4-ാം ദിവസം കണ്ടു. ഈ ഡോക്ടർ കയറി വരുമ്പോഴേ ഞാൻ പറയും ഡോക്ടറെ കാണുന്നില്ല എന്ന് പറയും. അപ്പോൾ ഡോക്ടർ എല്ലാം ശരിയാകും എന്ന് പറഞ്ഞൊരു പോക്ക പോകും. കണ്ട ദിവസം ഞാൻ പറഞ്ഞു ഡോക്ടറെ ഇന്ന് എനിക്ക് കാണാൻ പറ്റുക. ഡോക്ടർ എൻ്റെ മുന്നിൽ വന്നിരുന്നത് ഒരു ഹിന്ദു ഡോക്ടറാണ്. എൻ്റെ മുന്നിൽ വന്നിരുന്നിട്ട് ആൾ നമ്മുടെ വർദ്ധിക്കാനിൽ പോയതും പത്രോസിൻ്റെ കബറിടം കണ്ടു, സിംഹാസനത്തിലും പിന്നെ മറ്റ് വിശുദ്ധരൊക്കെ അടക്കപ്പെട്ട എല്ലാതും കണ്ടത് എല്ലാം എന്നോട് വിവരിച്ചു. ഈ ഡോക്ടറിൻ്റെ മുന്നിൽ നിറയെ പേഷ്യൻസ് ഉള്ളതാണ്. പക്ഷെ എന്നിട്ട് ആൾ പറഞ്ഞു അതങ്ങനെ കഴിഞ്ഞു പോയി. ഞങ്ങൾ എന്നിട്ട് പിന്നെ പുള്ളീനെ ക്രിസ്മസിനൊന്ന് വിളിച്ചു. അപ്പോൾ വിളിച്ചപ്പോൾ വന്നു. അപ്പോൾ ഞങ്ങളുടെ സിസ്റ്റർമാർ പറഞ്ഞു ഡോക്ടറിൻ്റെ കൈക്ക് നല്ല പുണ്യമുണ്ട്, വേഗം രോഗികളൊക്കെ വേഗം സുഖപ്പെടും. കാരണം ശരിയാ, അവിടെ വരുന്ന രോഗികൾ ഇഴഞ്ഞു വരുന്നവരും ഞാൻ പിന്നെ 2 ആഴ്ച കഴിഞ്ഞ് വരുമ്പോൾ അവറ്റകളൊക്കെ നേരെ നിന്നൊക്കെ വരുന്നതായിട്ട് നമുക്ക് കാണാം. അവറ്റകളെന്നല്ല, അവർ നേരെ നിന്ന് വരുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് തോന്നും ഡോക്ടർ നല്ല കൈപ്പുണ്യമുണ്ട്. അങ്ങനെ പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞൊരു കാര്യം ഇതാണ്, സിസ്റ്ററെ ഇത് എൻ്റെ കൈപ്പുണ്യമല്ല, തമ്പുരാൻ എൻ്റെ കയ്യിലൂടെ എന്തോ ചെയ്യണോ, അല്ലാണ്ട് ഞാനിതിൽ ഒന്നുമല്ല. ഈ സിസ്റ്ററിൻ്റെ കണ്ണിൻ്റെ കാഴ്ച എനിക്ക് എൻ്റെ ഈ മരുന്ന് കൊണ്ടൊന്നും സുഖം കിട്ടില്ല, നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ടും തമ്പുരാൻ ഈ സിസ്റ്ററിലൂടെ ആഗ്രഹിക്കുന്ന എന്തോ നിവർത്തിക്കാനുണ്ട്. അതുകൊണ്ട് സിസ്റ്ററിന് വീണ്ടും കാഴ്ചശക്തി കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. അത് തമ്പുരാൻ എന്നോട് കാണിച്ച വലിയൊരു കാരുണ്യാണ്. എനിക്ക് കണ്ണ് കാണാതെ വന്നപ്പോൾ ഞാൻ ചെയ്തൊരു കാര്യം, എനിക്ക് ഒരു കണ്ണ് കാണാമല്ലോ. അപ്പോൾ എൻ്റെ ബാച്ചിലൊരു സിസ്റ്ററിനെ ഇച്ചിരി റിസ്ക് പിടിച്ചൊരു പ്രോബ്ലം ഉണ്ടായി. അപ്പം ഞാൻ പറഞ്ഞു കർത്താവേ ഒരു കണ്ണെനിക്ക് കാണാം, അത് മതി, ഞാൻ വലിയ പോസ്റ്റിലൊന്നും ഞാൻ കയറുന്നില്ല. എന്നെ ഈ സാധാരണ എനിക്ക് ജസ്റ്റ് ഇവിടെ പ്രാർത്ഥിക്കാൻ പള്ളി വരാം, ജസ്റ്റ് നമസ്കാരം ചെല്ലാൻ പറ്റും, ബൈബിളൊന്നും വായിക്കാൻ പറ്റുമെങ്കിൽ വായിക്കുക, ജസ്റ്റ് ഭക്ഷണമൊക്കെ കണ്ടെടുത്ത് കഴിക്കാൻ പറ്റുള്ളൂ, അത്ര എനിക്കൊരു കണ്ണിൻ്റെ കാഴ്ച ഉണ്ടല്ലോ, അത് മതി. മറ്റേ കാഴ്ച നീ എനിക്ക് ഈ ട്രീറ്റ്മെൻറ്റിലോട്ട് തരണമെന്നില്ല, ആ സിസ്റ്ററിനെ രക്ഷിക്കാൻ വേണ്ടി നീ ഇതെടുത്തോ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അതുകൊണ്ട് എനിക്ക് കാഴ്ച കിട്ടി, കാഴ്ച ഇനി വേണമെന്ന് ഞാൻ ആഗ്രഹിച്ച് ഞാൻ പ്രാർത്ഥിച്ചില്ല, ആ സിസ്റ്ററിനെ രക്ഷിക്കണം. പക്ഷേ ദൈവം എൻ്റെ കുഞ്ഞ് പ്രാർത്ഥന കേട്ടു, ദൈവം ആ സിസ്റ്ററിനെയും രക്ഷിച്ചു, എനിക്ക് കാഴ്ചയും കിട്ടി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. സന്തോഷത്തോടെ നിങ്ങൾ പറഞ്ഞ പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ദൈവം നമ്മളോട് ഇന്നും ഈ അല്പനേരം മുമ്പിനൊരു വിശുദ്ധ കുർബാന നടന്നു. വിശുദ്ധ കുർബാന നമ്മളോട് വലിയ കരുണ കാണിച്ചു. പാപികളാണ്, പിന്നെ നമ്മൾ ബലഹീനരാണ്. ഇന്ന് ഈ നിമിഷം ഈ ചാപ്പലിൽ നിങ്ങൾ പുറത്ത് മിണ്ടാൻ പറ്റുന്ന ഒരു നേരം കിട്ടിയാൽ നമ്മൾ ചാടി ഒറ്റിക്കൊടുക്കും, അല്ലെങ്കിൽ തള്ളിപ്പറയും. ഈ പ്രകൃതി നമുക്ക് വിട്ടുമാറാതെ നമ്മുടെ കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമ്മളത് ഒരു പക്ഷേ കുമ്പസാരത്തിലൊക്കെ ഏറ്റു പറഞ്ഞ് പാപമോചനം പ്രാപിക്കും. 2 ദിവസത്തിനുള്ളിൽ നമ്മൾ വീണ്ടും അത് ആരംഭിക്കും. അങ്ങനെയല്ലേ നമ്മൾ ഇത്രയും കാലം കുമ്പസാരിച്ചതും പാപം തന്നെയല്ലേ നമ്മൾ ആവർത്തിക്കപ്പെട്ട പുതിയ പാപങ്ങളുണ്ട് തന്നെ നമ്മൾ ഇവനല്ലേ ഏറ്റവും കൂടുതലായിട്ട് മുന്നിൽ നിൽക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയുള്ള നമ്മുടെ മുന്നിൽ അവിടുന്ന് നമ്മുടെ ഈ സ്വഭാവമൊക്കെ അറിഞ്ഞിട്ടും ഇങ്ങനെയുള്ളതാണെന്നും ഈ വ്യക്തി ഇങ്ങനെ ഈ ജോസിയ സിസ്റ്റർ ഇങ്ങനെയാണെന്ന് അറിഞ്ഞിട്ടും എൻ്റെ ഈ കുഞ്ഞു നാവിൽ അവൻ ചെറിയൊരു രൂപത്തിൽ നാവിലലിയുന്ന രൂപത്തിൽ എൻ്റെ ഉള്ളിലോട്ട് വന്നു. പ്രൈസ് ദി ലോർഡ്. ഈശോ നമ്മളോട് ഇന്നും കരുണ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞു ജീവിതങ്ങളെയൊക്കെ ഒന്ന് തിരിച്ചു പറിച്ചൊക്കെ ഒന്ന് മറിച്ച് നോക്കുവാണെങ്കിൽ നമുക്ക് എത്ര വലിയ വലിയ അപകടങ്ങൾ മുന്നിൽ നിന്ന് ടപ്പ് എന്ന് പറഞ്ഞ് മാറിപ്പോയത് ദൈവം കരുണ, അല്ലെങ്കിൽ അതിൽ നമ്മുടെ അടിച്ചു പോകണ്ട നമ്മളൊക്കെ. പക്ഷേ ഇനിയും എൻ്റെ കുടുംബത്തെ അല്ലെങ്കിൽ എൻ്റെ ചുറ്റുപാടുമുള്ള അല്ലെങ്കിൽ എൻ്റെ ഈ വാക്കിലൂടെ ഇപ്പോൾ അച്ഛൻ എന്ന് പറഞ്ഞു നമ്മൾ സൃഷ്ടികളോട് സുവിശേഷം പ്രസംഗിക്കണത്. അപ്പോൾ എൻ്റെ ഈ വാക്കുകൾ ഈ പ്രപഞ്ചത്തിലെ സൃഷ്ടികൾ പോലും തമ്പുരാനറിയാൻ നമ്മളിലൂടെ ഉപയോഗിക്കാൻ കിടക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നിങ്ങളെല്ലാവരും ഓരോ സുവിശേഷ പ്രഘോഷകരാണ്. നിങ്ങളുടെ കൊച്ചു ജീവിതം കൊണ്ട് നിങ്ങൾ സുവിശേഷം പ്രസംഗിക്കുകയാണ്. ഈ ഇവിടെ നിന്ന് വായിച്ചു നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ കുഞ്ഞു ജീവിതങ്ങളെയൊക്കെ വായിച്ചു നോക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് പറയാൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ,
നമ്മുടെ വലിയൊരു അത്ഭുതം നടക്കുന്ന, നമ്മുടെ ജീവിതത്തിൽ വലിയൊരു അത്ഭുതം നടക്കുന്നൊരു കൂടാണ് കുമ്പസാരക്കൂട്. കുമ്പസാരത്തിലോട്ട് നമ്മൾ പോകുമ്പോൾ നമ്മളൊരു പക്ഷേ ചിലപ്പോൾ അറിയുന്ന ഒരു അച്ഛനായതുകൊണ്ട് പാപം പറയാതിരുന്നിട്ടുണ്ടാകും. അറിയാത്തൊരു അച്ഛൻ വരുന്നവരെ ചില പാവങ്ങൾ നമ്മൾ ഒളിച്ച് മാറ്റിയൊക്കെ വെച്ചിട്ടുണ്ടാകും. ഞാനൊക്കെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാട്ടോ എനിക്ക് നല്ല ഉറപ്പോട് കൂടിയാണ്. അപ്പോൾ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിനേക്കാൾ ചെയ്തിട്ടുണ്ടാകും. പക്ഷേ ഒരു പക്ഷേ നിങ്ങളൊക്കെ പറഞ്ഞ് വിശുദ്ധരൊക്കെ ആയിരിക്കാം. പക്ഷേ എൻ്റെ കൊച്ചു ജീവിതത്തിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ പിന്നീട് ഒരു പ്രാവശ്യം എനിക്ക് നന്നായിട്ട് അറിയുന്ന വേറൊരു വഴിയുമില്ല. ഞങ്ങളന്നൊരു 4 പേരാണ് ആ കമ്മ്യൂണിറ്റി. അച്ഛൻ വരും കുമ്പസാരം. ഞങ്ങൾ അന്ന് ചെറിയൊരു ചാപ്പല, കുഞ്ഞൊരു മുറിയാണ്. പിന്നെ ഞങ്ങൾ ഈ ചെയ്യുന്ന പാവമൊക്കെ അച്ഛനോട് അല്ലാണ്ട് തന്നെ വിളിച്ച് പറയും. ഞങ്ങൾ കമ്മ്യൂണിറ്റി ഇങ്ങനെ അച്ഛൻ വരുമ്പോൾ ഞങ്ങളിങ്ങനെ വട്ടത്തിൽ, അന്ന് ആ കമ്മ്യൂണിറ്റി കുഞ്ഞൊരു റൂമാണ്, എല്ലാതൊക്കെ കുഞ്ഞതായതുകൊണ്ട് ഇങ്ങനെ പറയും. അപ്പോൾ ഞങ്ങളെല്ലാം പിന്നെ ഞങ്ങളുടെ മദറിനും അസിസ്റ്റൻ്റ് മദറിനോട് പറയും. ഞാൻ അസിസ്റ്റൻ്റ് മദറിൻ്റെ സ്വരം ഒരു ഗാംഭീര്യമുള്ള സ്വര. അപ്പം ഞങ്ങൾ അപ്പാന്ന് ഞങ്ങൾ പുള്ളിയെ പറയുക. പിന്നെ മദറിൻ്റെ അമ്മ, അപ്പനും അമ്മയും ഞങ്ങൾ ആ വർഷം ഉടുപ്പിട്ട പിള്ളേരായതുകൊണ്ട് ഞങ്ങൾ പറയും അപ്പനും അമ്മയും ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞു എന്നത് പോലെ. അതന്നെയാണ് ഞങ്ങളുടെ പാവമൊക്കെ ഉള്ളത്. അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ വീണ്ടും അച്ഛനോട് തന്നെ അച്ഛാ കുമ്പസാരിക്കണം എന്ന് പറഞ്ഞ്, അത് നമുക്കങ്ങനെ നാണമല്ലേ കുമ്പസാരിക്കാൻ തൊട്ട് മുന്നേ അച്ഛൻ്റെ മുഖത്ത് നോക്കിയിട്ട് പിന്നെ പോയിരിക്കാൻ. നിങ്ങൾക്ക് കുഴപ്പമില്ലായിരുന്നു, ഞങ്ങൾക്കൊക്കെ ഒരു നാണമൊക്കെ ആയിരുന്നു. പക്ഷേ അപ്പോൾ അച്ഛൻ ഞങ്ങളെ അല്ലാണ്ട് തന്നെ വ്യക്തിപരമായിട്ട് ഞങ്ങളുടെ ചലനങ്ങൾ, ഞങ്ങളുടെ കണ്ണ്, ഞങ്ങൾ ചെയ്യാൻ പോണ കാര്യങ്ങൾ, ചെയ്ത കാര്യമൊക്കെ അറിയാം. എങ്കിലും കുമ്പസാരിക്കുന്നു പറഞ്ഞാൽ അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി വന്ന് കുമ്പസാരക്കൂട്ടിലിരുന്ന് കുമ്പസാരിക്കും. അപ്പോൾ മനസ്സിലായി ഈ നമുക്ക് കിട്ടുന്ന പ്രായശ്ചിത്തം, നമുക്ക് കിട്ടുന്ന ഒരു കുഞ്ഞു ഉപദേശം, അത് ഞാൻ വ്യത്യസ്തമായ എൻ്റെ ഈ ചെയ്ത എല്ലാ കാര്യങ്ങളും ഞാൻ ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഓർമ്മപ്പെടുത്തി തരുന്ന പോലത്തെ പ്രായശ്ചിത്തം നമുക്ക് കിട്ടുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഉപദേശം നമുക്ക് കിട്ടി പിന്നെ പ്രായശ്ചിത്തം കിട്ടും. നമ്മളത് ചെയ്യുമ്പോൾ വലിയൊരു ദൈവാനുഗ്രഹമായിട്ട് എനിക്ക് തോന്നിയത്. തുടർന്ന് നമ്മൾ പരിചയമുള്ള അച്ഛനെ ഉള്ളപ്പോൾ നമ്മൾ മാറ്റി നിർത്തുന്ന പാവങ്ങൾ അങ്ങനെ മാറ്റി നിർത്തിയിരുന്നില്ല. പരിചയമുള്ള അച്ഛന്മാരെ കാണുമ്പോൾ കുമ്പസാരിക്കണം എന്ന് ആഗ്രഹിച്ച് നമ്മൾ പോയി കുമ്പസാരിച്ചു. ആരെങ്കിലും എൻ്റെ മുന്നിലിരിക്കുന്ന ആരെങ്കിലും, ഇത് നമ്മുടെ ഇടവക് വികാരി അച്ഛനല്ലേ, വേറെ ഈ വർഷത്തിൽ 2 പ്രാവശ്യമൊക്കെ കുമ്പസാരിപ്പിക്കാൻ വരുമല്ലോ, ഈസ്റ്ററിനും ക്രിസ്മസിനൊക്കെ വരുമല്ലോ, അപ്പോൾ ഇതൊക്കെ പറഞ്ഞ് കുമ്പസാരിക്കാമെന്ന് പറഞ്ഞ് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. നമ്മൾ ഏറ്റു പറയും നാളെ നമ്മുടെ ജീവിതം ഉണ്ടോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഒരു ഷെയ്ക്കാൻ കൊടുത്തേ, നിങ്ങളൊരു അനുഗ്രഹമായിരിക്കണം എന്ന് പറഞ്ഞൊരു ഷെയ്ക്കാൻ കൊടുത്തേ, വലത്തോട്ട് ഇടത്തോട്ട് ഒരു ഷെയ്ക്കാൻ കൊടുക്കട്ടെ. അനുഗ്രഹം. അപ്പം നമ്മൾ നമ്മുടെ ഈ കുഞ്ഞു ജീവിതം കൊണ്ട് അപ്പം മറ്റൊരാൾക്കാർ അനുഗ്രഹം, നമ്മൾ പാപം നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോയാൽ നമ്മൾ വിശുദ്ധരാണ്. പിന്നെ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും പുണ്യപ്പെട്ട കാര്യങ്ങളാണ്. നമ്മുടെ പൗസ്റ്റീനയുടെ ഡയറി കുറിപ്പിൽ ഇങ്ങനെ പറയുന്നുണ്ട്, കുമ്പസാര കൂടിലണയുമ്പോൾ കരുണയുടെ സിംഹാസനത്തെയാണ് നമ്മൾ സമീപിക്കുന്നത്. കുമ്പസാര കൂടിനെ നമ്മൾ അണയുമ്പോൾ കരുണയുടെ സിംഹാസനത്തേക്കാണ് നമ്മൾ സമീപിക്കുന്നത്. അതിനുള്ളിരിക്കുന്നവനാകട്ടെ കരുണാസമ്പന്നനായ ദൈവം. നമ്മുടെ ദൃഷ്ടിയിൽ നോക്കുമ്പോൾ ഒരു അച്ഛൻ ഇരിക്കുന്ന പോലെ ഉണ്ടെങ്കിലും ആ അച്ഛൻ നമ്മൾ ഒന്ന് പാപമേഖലയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ അച്ഛനായിട്ട് തോന്നും. നമ്മളൊരു പാപമല്ല, ഇതൊക്കെ എൻ്റെ മുന്നിലിരിക്കുന്ന ഈ അച്ഛനോട് പറയുമെന്ന് പറഞ്ഞാൽ നമ്മളങ്ങ് ചെല്ലുമ്പോൾ അതൊരു വൈദികനല്ല, അത് തമ്പുരാൻ തന്നെയാണ്. ഓരോ കുമ്പസാരക്കൂട്ടിൽ ഇരിക്കുന്നവരും നമ്മുടെ കണ്ണിൽ അത് വരും. ഒരു പക്ഷേ നിങ്ങൾക്ക് ഇന്ന് വന്നിട്ടുണ്ടാവില്ല, നാളെ മുതൽ നിങ്ങൾ കുമ്പസാരിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ മുന്നിൽ കുമ്പസാരക്കൂട്ടിലിരിക്കുന്ന ആരാന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പൗസ്റ്റീനയുടെ ഡയറി കുറിപ്പിലെ 1448 ഖണ്ഡികയിൽ ഇപ്രകാരം പറയുകയാണ്, ആത്മാക്കളോട് അവരെവിടെയാണ് ആശ്വാസം തേടേണ്ടതെന്ന് പറയുക. അവരുടെ കരുണയുടെ സിംഹാസനത്തിലാണ്. അവിടെയാണ് വളരെ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കുകയും ആവർത്തിക്കപ്പെടുകയും ചെയ്യുന്നത്. ഈ അത്ഭുതം സ്വന്തമാക്കുന്നത് വലിയ തീർത്ഥാടനം നടത്തുകയോ ബാഹ്യമായ ആഘോഷങ്ങൾ നടത്തുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളൊന്ന് കുമ്പസാരിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ വലിയ അത്ഭുതം നടക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഈ 3 മണി എന്നൊരു സമയം അടിക്കുമ്പോൾ നിങ്ങളൊക്കെ എന്താ ചെയ്യാറ്? ഈശോ മരിച്ചൊരു സമയം എന്നൊക്കെ ചിലപ്പോൾ ഓർക്കുമായിരിക്കും അല്ലേ? അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ മനുഷ്യരാണ്, വിട്ടുപോയിണ്ടാകും. ശരി, നമുക്ക് ഇന്നും മുതൽ കിട്ടും, നമുക്ക് നോക്കാം. 3 മണി ചിലപ്പോൾ നമ്മുടെ വാച്ച് കയ്യിൽ ക്ലോക്കൊന്നും ഉണ്ടാവില്ലായിരിക്കും. ഇപ്പം ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് ഇങ്ങനെ അറിയാം, ഓരോ മണിക്കൂറിലും എവിടെന്നോ എന്തൊക്കെയോ ഒരു പാട്ട് പോലെ വരും. നമുക്ക് മണിക്കൂർ അറിയാൻ പറ്റും. എൻ്റെ കോൺവെൻറ്റിൻ്റെ അവിടെ ചമ്മണാമതി എന്ന് പറയും. പക്ഷേ ഇവിടെ നമുക്കങ്ങനെ സാധ്യതയില്ല. എങ്കിലും 3 മണി അറിയിക്കാൻ ദൈവം നിങ്ങളെ ഓർപ്പിക്കും. ദൈവമേ 3 മണി എന്നെ ഓർമ്മപ്പെടുത്തി തരണേ എന്ന് നമ്മളൊന്ന് പറഞ്ഞാൽ പല ചേച്ചിമാരും തലയാട്ടുന്നുണ്ട്. കാരണം അങ്ങനെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടാകും. ചിലപ്പോൾ വാച്ച് ഘടികാരം നമ്മുടെ കയ്യിലുണ്ടാവില്ലായിരിക്കും. അപ്പോൾ നമ്മൾ മാനത്തേക്ക് നോക്കിയൊക്കെ പണ്ട് കാലത്ത് അമ്മമാരും അപ്പന്മാരൊക്കെ ഇന്ന ടൈമൊക്കെ അവർ മുകളിലേക്ക് നോക്കി കണ്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കൊരു പക്ഷേ ആ ഒരു അനുഗ്രഹം ചിലപ്പോൾ തന്നിരിക്കും. മുകളിലേക്ക് നോക്കിയാൽ നല്ല ചൂടുള്ള സമയമായിരിക്കും, അല്ലെങ്കിൽ ചൂട് കഠിനമായൊരു സമയമായിരിക്കും, നമുക്ക് തരും. അപ്പം നമ്മൾ ആ സമയത്ത് നമുക്ക് കുരിശിൻ്റെ വഴി കഴിക്കണം എന്നാണ് പറയണത്.
ഒരു പക്ഷെ നമ്മൾ വീട്ടിലൊന്നും അല്ലെങ്കിൽ വല്ല ജോലി സ്ഥലത്ത് പാടത്തോ പറമ്പിലൊക്കെയാണ് കുരിശിൻ്റെ വഴി നമുക്ക് കഴിക്കാൻ പറ്റിയെന്നിരിക്കില്ല. നിങ്ങൾക്ക് പറ്റുമോ അങ്ങനെ? വൈകിട്ടൊക്കെ ചെല്ലാം, അങ്ങനെ ചെല്ലുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അല്ലെങ്കിൽ നമ്മൾ ഒരു ചാപ്പൽ പള്ളിയിലിട്ട് ഏതെങ്കിലും ഒരു ചാപ്പലിൽ പോയിട്ട് കുറച്ച് നേരം പ്രാർത്ഥിക്കണം. കുരിശിൻ്റെ വഴി കയറ്റാൻ നമുക്ക് മുട്ടുകുത്തി എണീക്കാനൊക്കെ പറ്റുന്നില്ലെങ്കിലും, അല്ലെങ്കിൽ മുട്ടുകുത്തി മാത്രം അതിനുള്ള സമയമില്ലെങ്കിൽ നമ്മളൊരു ചാപ്പലിൽ പോയി ഒരു 5 മിനിറ്റ് പ്രാർത്ഥിക്കണം. ഇനി കുടുംബത്തിൽ ഇത് സിസ്റ്റർമാർക്കും ഒക്കെ പറ്റുന്നൊരു കാര്യമാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ അങ്ങനെയൊന്നും പറ്റിയെന്നിരിക്കില്ല. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റിയത്, നമ്മളിപ്പോൾ ജോലി സ്ഥലത്ത് പറമ്പിലാണ് നിൽക്കുന്നെങ്കിൽ 3 മണി എന്നൊരു സമയമുണ്ടെങ്കിൽ നമ്മളവിടെ ഒരു 5 മിനിറ്റ് മൗനമായി തമ്പുരാനെ ഓർത്ത് നമ്മൾ പ്രാർത്ഥിക്കുക. അതാണ് ഞാൻ വലിയ കുരിശിൻ്റെ വഴി കഴിക്കുന്നതും ഞാൻ അല്ലെങ്കിൽ പോയി പള്ളിയിൽ പോയിരുന്ന് ഭയങ്കരമായിട്ട് പ്രാർത്ഥന നടത്തുന്നത് ഇതെല്ലാം തുല്യമാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ് എന്നും പറഞ്ഞാണ്ട് കുരിശിൻ്റെ വഴി കഴിക്കരുത് എന്നല്ല സിസ്റ്റർ പറയണത്. ആ സമയം തമ്പുരാൻ്റെ മരിച്ച അല്ലെങ്കിൽ തിരുരക്തം എനിക്കായി ഒഴുക്കി മരിച്ച ഈശോയെ ഓർക്കേണ്ട ഒരു സമയമാണെന്ന് ഓർമ്മപ്പെടുത്തി തരുന്ന സമയമാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഞാനൊരു 12ാം ക്ലാസ്സിൽ കാറ്റിസം പഠിപ്പിച്ചപ്പോഴും ഞാൻ പിള്ളേരോട് ചോദിച്ചു, നിങ്ങൾ ഈശോയെ കണ്ടിട്ടുണ്ടോ? ഈശോയെ നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? 12ാം ക്ലാസ്സിൽ 12 പിള്ളേരുണ്ടായിരുന്നു. 12 പിള്ളേരും പറഞ്ഞു ആർക്കും ഈശോയെ ഇഷ്ടമില്ല, അറിയത്തില്ല, അനുഭവമില്ല, വിശ്വാസമില്ല. ഇതിങ്ങനെ പറഞ്ഞപ്പോൾ ശരിക്കും നമുക്കൊരു വേദന തോന്നി. 12 ക്ലാസ് വരെ പഠിച്ചു, ഫുൾ അറ്റൻഡൻസ് വാങ്ങിയ കുട്ടികളുണ്ടോ അതിനകത്ത്? ആർക്കും 12ാം ക്ലാസ്സിലെത്തിയപ്പോഴേക്കും ആർക്കും തമ്പുരാൻ എന്താണെന്നൊരു അനുഭവം ഇല്ലാത്തൊരവസ്ഥയെത്തി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ വേദനയോടെ നമുക്ക് ഇനി എങ്ങനെ ഇവരെ ഇത് പറഞ്ഞ് മനസ്സിലാക്കുന്നൊരു വേദനയായിരുന്നു. തിരിഞ്ഞ് ഞാൻ വീണ്ടും കർത്താവേ, എങ്ങനെ ഇവർക്ക് ഒരു അനുഭവം കൊടുക്കുന്നത് എങ്ങനെയാണ്? എൻ്റെ കൊച്ചു വാക്കിലൂടെ എന്ത് അനുഭവം അവർക്ക് കൊടുക്കുക? ഞാൻ അവരോട് പറഞ്ഞു, മക്കളെ, ഈ സിസ്റ്ററിനും നിങ്ങളുടെ ഈ ഇങ്ങനത്തെ ഒരു ചിന്താഗതിയിൽ സിസ്റ്ററിന് അത് വേണ്ട പോലെ തിരിച്ചു കൊണ്ടുവരാൻ ഒരു പക്ഷേ ഞാൻ പറയുന്ന വാക്കുകൾ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. എങ്കിലും നിങ്ങൾ നാളെ കാണുന്ന, ഇന്നിപ്പോൾ കുർബാന കഴിഞ്ഞു, നാളെ കാണുന്ന വിശുദ്ധ ബലിയിൽ വൈദികനെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. വൈദികൻ ആവർത്തിച്ച് ചെല്ലുകയാണ്, കർത്താവായ ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട് ചെല്ലുകയാണ്, നന്ദിയും കൃതജ്ഞതയുടെയും പ്രാർത്ഥനകൾ ചെല്ലുകയാണ്. പക്ഷേ ഒരു വൈദികൻ പോലും ഒരു പ്രാർത്ഥനയും തെറ്റിച്ച് ചെല്ലുന്നില്ല. അവർ എത്ര പ്രാവശ്യം ആവർത്തിക്കപ്പെട്ട് ചെല്ലുന്നോ അതെല്ലാം സ്നേഹത്തോടെ, കരുണയോടെ, ആനന്ദത്തോടെ ഈശോയുടെ തിരുബലി അവർ തന്നെ അർപ്പിച്ചുകൊണ്ട് ചെല്ലുകയാണ്. അത് നമുക്ക് നോക്കുമ്പോൾ ഓസ്തി ഇങ്ങനെ അപ്പം ഒരു ഗോതമ്പ് അപ്പമായിട്ട് നമ്മൾ കാണുന്നുള്ളൂ. അതിൻ്റെ ഉള്ളിൽ ഈശോ വന്നൊന്നും പറയണു നമുക്ക് വിശ്വാസമില്ല. കാരണം അത് ആ പിള്ളേർക്ക് വിശ്വാസമല്ല. കുട്ടികളോട് പറഞ്ഞു, മക്കളെ, നമ്മുടെ പാലക്കാട് തന്നെ കഞ്ചിക്കോട് റാണിച്ചേച്ചി തൻ്റെ നാവിൽ തിരുവോസ്ത് സ്വീകരിച്ച് തിരിച്ചിങ്ങോട്ട് ഇങ്ങോട്ട് വന്നതല്ല, വരുമ്പോഴേക്കും നാവിൽ അത് മാംസകഷ്ണമായി മാറിയത് എത്രയോ അന്നത്തെ ഇടവകയിൽ എത്രയോ പേര് കണ്ടു. അതിൻ്റെ ടെസ്റ്റുകൾക്കൊക്കെ അത് നമ്മൾ കൊടുത്തു. പക്ഷേ എവിടെയെല്ലാം തിരുവോസ്തി മാംസകഷ്ണമായി മാറിയോ അവിടെ നിന്നെല്ലാം അത് ടെസ്റ്റുകൾ, ഞാൻ ഈ ചില്ലറ ടെസ്റ്റ് സ്ഥലങ്ങൾക്കൊന്നും അല്ല കൊടുക്കുന്നത്, ഫോറിൻ സ്ഥലങ്ങൾക്കും മറ്റെവിടേക്കൊക്കെ കൊടുക്കുന്നത്. എവിടെയെല്ലാം ടെസ്റ്റ് ചെയ്തോ അവിടെയെല്ലാം കിട്ടിയ റിസൾട്ട് ഒരേ ബ്ലഡ് ഗ്രൂപ്പ്, എല്ലാം ഒരേ റിസൾട്ടാണ് കിട്ടിയത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് നമുക്ക് വിശ്വാസം വരുന്നില്ല. ഇനി നിങ്ങളുടെ മാതാപിതാക്കളെ നിങ്ങൾ നോക്കിയേ, അവരുടെ ഒരു പക്ഷേ നിങ്ങൾ കാണുമ്പോൾ നിങ്ങളുടെ കുടുംബം ഇച്ചിരി ഉയർന്നിട്ടുണ്ടാകാം. അവരുടെ മാതാപിതാക്കളെ നോക്കണേ, അവർ ഏതെങ്കിലുമൊക്കെ സ്ഥലത്ത് നിന്ന്, അച്ഛൻ അത് കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഏതെങ്കിലുമൊക്കെ സ്ഥലത്തു നിന്ന് മക്കളെയും വാരി കെട്ടി പോരും, ഒന്നുമില്ല, ഇവിടെ വന്നിട്ട് ഒരു കാടിൻ്റെ ഉള്ളിലാണ് കിട്ടുന്നത്. അവിടെ ആദ്യം അവർ ഒരു കുരിശ് നാട്ടി, കുരിശിൽ പോയിട്ട് കർത്താവേ ഞങ്ങൾ തുടങ്ങുന്നു പറഞ്ഞ് ആരംഭിക്കുക. അവിടെ ഒരു പള്ളിയൊന്നുമില്ല. അച്ഛൻ കഴിഞ്ഞ ദിവസം നമ്മളോടത് പറയുകയുണ്ടായി. എന്നിട്ട് നമ്മൾ വീണ്ടും നമ്മുടെ വിശ്വാസത്തോടെ നമ്മൾ ആരംഭിക്കുകയാണ്. കുഴി കുത്തി എന്ത് സാധനം വെച്ചാലും അത് നല്ല ഫലം തരുന്നു. കാട്ടുമൃഗങ്ങളൊന്നും അത് നശിപ്പിച്ചിരുന്നില്ല. നമ്മളേറ്റവും മലയുടെ മുകളിലാണ് നിൽക്കുന്നത്. ഒരു സാധനം വാങ്ങണമെങ്കിൽ രാവിലെ ഇറങ്ങിയാൽ വൈകുന്നേരമാണ് താഴെ എത്തുക, വൈകുന്നേരം നേരം വെളുക്കുമ്പോഴേക്കും മുകളിലെത്തുക. അത്രയും ഭാരമുള്ള അവിടെയും അവർ തമ്പുരാനിൽ ആശ്രയിച്ച്, പാമ്പുകളുണ്ട്, മറ്റ് ജീവികളുണ്ട്, വന്യമൃഗങ്ങളുണ്ട്, ഒന്നിനെയും നമുക്ക് പേടിയില്ല, ദൈവം നയിക്കുമെന്നുള്ളൊരു വിശ്വാസം അവർക്കുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇന്നും നമുക്കൊക്കെ അങ്ങനെ തന്നെയല്ലേ വിശ്വാസം? അല്ലേ മങ്ങിയോ? എന്തുകൊണ്ട് നമ്മുടെ മക്കളിലോട്ട് എത്തിയപ്പോൾ നമുക്കത് പറ്റിയില്ല? നമ്മുടെ മക്കളിലോട്ട് എത്തിയപ്പോൾ എന്തുകൊണ്ട് നമുക്ക് പറ്റിയില്ല? പ്രിയപ്പെട്ട മാതാപിതാക്കളെ, എങ്കിലും ഞാൻ നിങ്ങളോട് ഒന്ന് മാറി ചിന്തിച്ചു പോയതാണ്. നിങ്ങൾക്ക് ഒരു ഡ്രസ്സ് കൊച്ചിന് വാങ്ങിക്കൊടുക്കണമെങ്കിൽ നിങ്ങളുടെ അനുവാദം വേണ്ട. കൊച്ചു പോയി ഇഷ്ടമുള്ള ഡ്രസ്സ് വാങ്ങുന്നു. ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്, ആൺകുട്ടികൾ പെൺകുട്ടികളുടെ ഡ്രസ്സോ പെൺകുട്ടികൾ ആൺകുട്ടികളുടെ ഡ്രസ്സോ ഇടാൻ പാടില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്.
പണ്ട് കാലത്ത് നമ്മുടെ പേരൻസ് നമുക്കൊരു ഒരു കെട്ട് അല്ലെങ്കിൽ ഒരു കുറച്ച് തുണി എടുത്തുകൊണ്ട് വരുന്നു. നമ്മൾ മൂത്തയാളിട്ട് അവരുടെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ആൾക്ക് അങ്ങനെ 5 പേരുണ്ടെങ്കിൽ 5 പേരും ആ ഡ്രസ്സ് ഇട്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയല്ലേ നമ്മളൊക്കെ വളർന്നത്? എന്തുകൊണ്ട് നമ്മുടെ തലമുറ എത്തിപ്പോൾ നമ്മുടെ മക്കൾ അടുത്ത കൊച്ചിന് കൊടുക്കുന്നില്ല? എന്തുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെയാണ്? നമുക്കതുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതാനുഭവങ്ങൾ തന്നെയാണ് നമ്മുടെ മക്കളിലൂടെ നമ്മൾ പ്രാവർത്തികമാക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ കൈമോശം വന്നുപോയി നമ്മുടെ ജീവിതത്തിൽ. നമ്മുടെ മക്കളെ വളർത്തുന്നതിൽ നമുക്ക് അല്പം വീഴ്ച വന്നു. നമുക്ക് തിരിച്ചു പിടിക്കാനൊക്കെ പറ്റും. നിങ്ങൾ അത് പ്രാർത്ഥിച്ചുകൊണ്ട് എന്ത് ചെയ്താലും ദൈവം വലിയ അത്ഭുതം പ്രവർത്തിക്കും. നമ്മുടെ വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. മർത്തിയോട് പറഞ്ഞു, വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കില്ലേ എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു അച്ഛൻ ഷെയർ ചെയ്തതാണ്. അച്ഛൻ ബ്രദറായിരുന്ന സമയത്ത് ഒരു ഇടവപ്പള്ളി, വലിയൊരു പള്ളിയായിരുന്നു. ഒരമ്മച്ചി അച്ഛനോട് പറഞ്ഞു, എൻ്റെ മോൾക്ക് ദിവ്യകാരുണ്യം തരാൻ വരണം. അപ്പോൾ അച്ഛൻ പോയി, ബ്രദർ പോയി, ദിവ്യകാരുണ്യമായിട്ട് പോയി. പോകുന്ന വഴിക്ക് ആൾ ചിന്തിച്ചു, എന്താണ് ഞാൻ ആ കൊച്ചിനോട് പറയുക? ആ കൊച്ചിൻ്റെ ഇതാണ്, തല മാത്രം കുഴപ്പമില്ല, ബാക്കിയൊക്കെ പാരലൈസ് ആയിട്ട് കൈകാലുകളൊന്നും അനക്കാൻ പറ്റത്തില്ല. തല മാത്രം ആൾക്ക് ചലിക്കാൻ വർത്തമാനം പറയാം. അങ്ങനെ അവിടെ എത്തി. എന്താ ഈ കൊച്ചിനോടൊന്ന് പറയുക എന്നോർത്തുകൊണ്ടാണ് പോണത്. ഈ ബ്രദറിനേക്കാളും സീനിയറാണ്, കൊച്ച് മൂത്തതാണ്. അവിടെ ചെന്നപ്പോൾ ദിവ്യകാരുണ്യം കൊടുത്തോടുകൂടി ഈ കൊച്ച് മുഖമൊക്കെ അങ്ങോട്ട് ഓൾറെഡി സന്തോഷമായിട്ടുള്ളൊരു മുഖം കുറച്ചും കൂടെ പ്രസന്നമായി. അത് നമ്മൾ നോക്കി നിന്ന് പോകും. അങ്ങനെ പോരാറായി. ഇപ്പം എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോരണ്ടേ, എങ്ങനെ സുഖമാണ് അല്ലാതെ ഇങ്ങനെ കിടക്കുന്ന കൊച്ചിനോട് സുഖമാണെന്ന് നമുക്ക് ചോദിക്കാൻ വാക്കുകളില്ല. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ നിൽക്കുന്ന കൊച്ചിനോട് പറഞ്ഞപ്പോൾ കൊച്ചു പറഞ്ഞു, അച്ഛാ എൻ്റെ ഒപ്പം പഠിച്ചു, ഞാൻ +2 വരെ പഠിച്ചു. എൻ്റെ ഒപ്പം പഠിച്ച കുട്ടികളെല്ലാം അടുത്ത ഡിഗ്രികൾക്കൊക്കെ ചെയ്ത് അല്ലെങ്കിൽ ഇതിനെ കയറി പോയി. പക്ഷേ എന്നെ തമ്പുരാൻ്റെ ഡിഗ്രിയിലോട്ട് എടുത്തു. ഞാനും ഇപ്പോൾ അത് പാസ്സായി. ഇനി എനിക്ക് വരുന്ന കുഞ്ഞു വേദനകൾ ഒന്നുമല്ല. തമ്പുരാൻ എനിക്ക് അങ്ങനെ വലിയ തരുന്നില്ല, എന്നെ വലിയ പോസ്റ്റിലോട്ട് കയറ്റുന്നില്ല. കാരണം വലിയ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈശോയുടെ കുരിശി കിടന്ന അല്ലെങ്കിൽ ഈശോ ചാട്ടവാറ ഇടയറ്റിയല്ല, അല്ലെങ്കിൽ മുൾമുടി അടിഞ്ഞത്, അല്ലെങ്കിൽ കയ്യിൽ ആണി തറച്ച ആ വേദനയൊന്നും എനിക്ക് കിട്ടുന്നില്ല. അതൊക്കെ വന്നാലാണ് ഞാൻ വലിയ പോസ്റ്റിലോട്ട്, അല്ലെങ്കിൽ എനിക്ക് ജോലി കിട്ടിയെന്നൊരു പോസ്റ്റിലോട്ട് ഞാൻ എത്തുകയുള്ളൂ. ഞാൻ അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അത് ആ കൊച്ചു പറഞ്ഞത് അച്ഛൻ ഞങ്ങളോട് കഴിഞ്ഞ ദിവസം ഇങ്ങനെ പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സൊന്ന് കത്തി. കർത്താവേ, ആ കൊച്ചി കിടക്കയിൽ വെച്ചിട്ട് ഒരു സഹായമില്ലാണ്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത കൊച്ചി ഇങ്ങനെ പറഞ്ഞെങ്കിൽ നമുക്ക് എന്തുണ്ട്? ഒരു നിസ്സാര കാര്യങ്ങൾ വരുമ്പോൾ പരാതിയോ പരിഭവമോ മാത്രമുള്ള നമ്മുടെ അവസ്ഥ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ആരെയും വിധിക്കരുത്. വിധിക്കാൻ ദൈവത്തിനാണ് അധികാരമുള്ളൂ. നമ്മുടെ നാവ്, ഇന്ന് അച്ഛൻ പറഞ്ഞു, കണ്ണും നാവും നിയന്ത്രിച്ച എല്ലാം ശരിയാകുന്നു. അതെ, നമ്മുടെ നാവൊന്ന് നിയന്ത്രിച്ചാൽ നമ്മൾ മനുഷ്യരാണ്, വീണു പോവും. എന്നാലും വീണ് കഴിയുമ്പോൾ നമുക്ക് ഓർമ്മ വരും. നമ്മൾ എഴുന്നേൽക്കുന്നു, കുമ്പസാരിക്കുന്നു, വീണ്ടും തിരിച്ചു വരിക. നമുക്കൊന്ന് ശ്രമിച്ചാലോ? ശ്രമിച്ചോ? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഓക്കെ, നമ്മൾ കരുണ കാണിക്കും. നിങ്ങൾ കരുണ കാണിക്കുമെന്നാണ് തമ്പുരാൻ പറയുന്നത്. നമുക്ക് പരസ്പരം കരുണ കാണിച്ചുകൊണ്ട് കാരുണ്യവാൻ നമ്മളെ എല്ലാത്തിനും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.